രാജ്യം നടുങ്ങിയ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന കൃത്യം 1 മാസം പിന്നിടുമ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ഞെട്ടിക്കുന്നതും ദുരൂഹത ഉണർത്തുന്നതുമായ റിപ്പോർട്ടാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. ബോയിംഗ് 7878 വിമാനത്തിലെ വൈദ്യുതി സംവിധാനം നിലച്ചതാണ് അപകട കാരണമെന്നാണ് അന്വേഷണം നടത്തിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിലുള്ളത്. ജൂൺ 19 ഉച്ചയോടെയാണ് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ സമീപകാലത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമുണ്ടായത്. പറന്നുയർന്ന നിമിഷങ്ങൾക്കകം 2 എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചു എന്നാണ് കണ്ടെത്തൽ. എഞ്ചിനിലേക്ക് ഇന്ധനം കടത്തിവിടുന്നത് നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു. ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ആരാണ് കട്ട് ഓഫ് ചെയ്തതെന്ന് പൈലറ്റുമാർ പരസ്പരം ചോദിക്കുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്നൊരു പൈലറ്റ് മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ഇത് ആരുടെ ശബ്ദമാണെന്നത് വ്യക്തമല്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്തതും അപകട സമയത്ത് വിമാനം നിയന്ത്രിച്ചിരുന്നതും കോ പൈലറ്റാണ്. പ്രധാന പൈലറ്റ് ഇതിന് നേതൃത്വം നൽകുകയായിരുന്നു. പൈലറ്റുമാരുടെ സംഭാഷണമാണ് ദുരൂഹത ഉയർത്തുന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായത് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും പ്രവർത്തനം നിലയ്ക്കുകയും വിമാനം പറന്നുയരാൻ ശക്തി കിട്ടാതെ തകർന്നു വീഴുകയുമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്തിൽ റാറ്റ് സംവിധാനം പ്രവർത്തിച്ചിരുന്നു. എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് വിമാനത്തിന്റെ അടിയിൽ നിന്ന് റാറ്റ് തനിയെ പുറത്തുവരുന്നത്. വിമാനം പറന്നുയർന്ന ശേഷം ഉച്ചയ്ക്ക് 2:09 മെയ്ഡേ കോൾ എയർ ട്രാഫിക് കൺട്രോളിൽ ലഭിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം തകർന്നു വീണു. വിമാനത്തിൽ പക്ഷിയിടിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. പൈലറ്റിനോ സഹപൈലറ്റിനോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വിമാനത്തിലെ ഇന്ധനത്തിന്റെ അളവും തൃപ്തികരമായ നിലയിലായിരുന്നുവെന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ അനുവദനീയമായ ഭാരമേ വിമാനത്തിനുണ്ടായിരുന്നുള്ളൂ. ടേക്ക് ഓഫ് ചെയ്ത് വിമാനം 32 സെക്കൻഡ് മാത്രമാണ് പറന്നത്. 230 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിലും 215 പേർ ഇക്കോണമി ക്ലാസ്സിലും. ഇതിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു. ജൂൺ 12-നുണ്ടായ അപകടത്തിൽ 12 വിമാന ജീവനക്കാരടക്കം 241 പേരാണ് വിമാനത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പുറമെ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 ഡോക്ടർമാർക്കും ജീവൻ നഷ്ടമായി. നാട്ടുകാരായ ചിലരും മരണപ്പെട്ടു. വിമാനത്തിലെ ഒരു യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. Subscribe to One India and never miss an update.